മനുഷ്യർ പരസ്പരം വെട്ടിക്കൊല്ലുന്നൊരു കാലഘട്ടത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പ്രദാനം ചെയ്യാൻ ഈ സദസ്സിന് സാധിച്ചു എന്നുള്ളത് തികച്ചും സന്തോഷപ്രദമായിട്ടൊരു കാര്യമാണ്. ഇനിയും എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. എൻ്റെ പിതാവ് ഞങ്ങൾക്കൊക്കെ നൽകിയ ഒരു ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ദൈവവിശ്വാസം കൈവിടരുത്. ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ജാതിയോ മതമോ ഇല്ല, എല്ലാവരെയും സ്നേഹിക്കണം എന്ന സന്ദേശമാണ് ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും അദ്ദേഹം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിനൊരിക്കലും ജാതിയുടെയും മതത്തിൻ്റെയും മതിലുകൾ കെട്ടരുത് എന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഇന്നിവിടെ ഒരു സയൻസ് സെന്ററിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് അവസരമുണ്ടായതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭൂതപൂർവമായ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ബയോടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, നാനോ ടെക്നോളജി തുടങ്ങിയ ശാസ്ത്രശാഖകൾ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക രംഗത്തും നമ്മുടെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാൻ ബഹുമാന്യനായ ആദരണീയനായ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മഹാപ്രസ്ഥാനത്തിന് സാധിക്കും എന്ന പ്രത്യാശയും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെയാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിനനുയോജ്യമായി ലോകത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന അനേകായിരം പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ ഈ മഹാപ്രസ്ഥാനവും ഈ മഹാസ്ഥാപനവും അതിൻ്റെ ധീരനായകനായി പ്രോജ്വലമായി ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമായി ഇന്ന് മാറിക്കഴിഞ്ഞ മഹാനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പുതിയ പണ്ഡിതന്മാർ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാമികമായ പരിഹാരം നിർദ്ദേശിക്കുകയും അതിന് നേതൃത്വം നൽകുകയും കർമ്മപഥത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന അനേകം പണ്ഡിതന്മാർക്ക് ജന്മം നൽകുവാൻ ഇനിയും ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആശംസകളോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമം മർക്കസ് അലുമിനി മീറ്റ് SSF സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് സഖാഫി പെരിന്താറ്റി ഉദ്ഘാടനം നടത്തി. ചന്ദ്രിക എഡിറ്റർ നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി, അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ എന്നിവർ പ്രസംഗിച്ചു. വളരെ അഭിവൃദ്ധിപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ കാത്തു സൂക്ഷിച്ച് നിലനിർത്തി പോരാൻ ഈ വിദ്യാർത്ഥികളായ നിങ്ങൾക്കും നിങ്ങളുടെ പിൻഗാമികൾക്കും എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ എല്ലാ ആശംസകളും ഈ പരിപാടിക്ക് അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. The website of Markaz Alumni will be inaugurated by Sheikhuna AP Abu Bakr Musliar Kandapuram. Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar. സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ദേവാപ്രവർത്തനങ്ങളുടെ അഭാവം ശരിക്കും ഉണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ സാധിക്കില്ല. പല പ്രവർത്തനങ്ങളും ഒരു വേള പറഞ്ഞാൽ ഉപരിപ്ലവങ്ങളായിട്ട് മാറിപ്പോകുന്ന വളരെ വേദനാജനകമായ അവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും വിദ്യാസമ്പന്നരാണ്, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളെ അലങ്കരിക്കുന്നവരാണ്, സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നവരാണ്.
എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് as you are aware, the Muslim percentage in West Bengal, which stands at not less than 26.67% officially and unofficially not less than 35%. The Muslims in West Bengal have been continuously deprived of the rightful share, and as a result, they are lagging behind educationally, economically, socially. Out of the 593 districts in India, the Rajendra Satchar Committee report had identified 100 Muslim-dominated districts, out of which 30 districts, which were the most backward, are in the state of West Bengal. അതോടൊപ്പം ഒരു സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ അംബാസഡർമാരാണ്. ഗഫാർ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ അതിർത്തികൾ കടന്ന് മർക്കസ് ഇന്ത്യയുടെ വിഹായത്തിലേക്ക് പറന്നുയരുന്ന വളരെ സന്തോഷകരമായ ഒരു കാലത്ത് അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അതിന്റെ അംബാസഡർമാരായി പ്രവർത്തിക്കാനുള്ള ഒരു വലിയ അവസരവും സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അറിവ് നമ്മുടെ മനസ്സുകളിൽ വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തണം എന്നത് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചു നിൽക്കാൻ ഒരുപാട് കാലം നമുക്ക് കഴിയാൻ പാടില്ല. ഒരിക്കലെങ്കിലും ഈ ജീർണതകൾക്കെതിരെ അസ്വസ്ഥപ്പെടുകയും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വിചാരങ്ങളും അരുതായ്മകൾക്കെതിരെയുള്ള ആയുധങ്ങളാകാൻ എക്കാലത്താണോ പാകപ്പെടുന്നത്, തീർച്ചയായും നമ്മുടെ സമൂഹം രക്ഷപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത്രമേൽ നമ്മൾ വലിയവരാണോ മഹത്വമുള്ളവരാണോ എന്ന് ഒരുപക്ഷെ നമുക്ക് തന്നെ സംശയമുണ്ടാകും. ഇവിടെയാണ് വളരെ ലളിതമായി ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത്. ഈ സമൂഹത്തിൽ നടക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീർണതകൾക്കെതിരെയും ശക്തമായി പോരാടുവാനും പ്രതികരിക്കുവാനുമുള്ള അതിന് പ്രചോദനം നൽകുന്ന ഒരു മഹത്വമുള്ള ആദർശത്തിന്റെ വക്താക്കളാണ്. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംസ്കാരം അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ നിരന്തരമായി അത് പ്രകാശിതമായിരിക്കും. ഇത്തരമൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആദർശം അത് സ്വീകരിക്കുവാനും അതിന്റെ ഭൂമികയിൽ നിന്ന് ധീരമായി പ്രവർത്തിക്കുവാനുമുള്ള സൗഭാഗ്യം ലഭിച്ചവർ നാം മാത്രമാണ് എന്നതായിരിക്കണം നമുക്ക് ആവേശവും പ്രചോദനവുമാകേണ്ടത്. വാസ്തവത്തിൽ വ്യക്തിത്വത്തിൽ പലപ്പോഴും പറയാറുണ്ട്, എവരി പ്രോബ്ലം ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ഓരോ പ്രശ്നവും ഒരവസരം. ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഇബാദത്ത് അത്ഭുതകരമായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയാളെ കൊണ്ട് സുഹൂർ ജമാഅത്തായി നിശ്ചയിപ്പിക്കാൻ കഴിഞ്ഞു, അത്രയും കൂലിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത്. അതാണ് ദഅവത്തിന്റെ പ്രസക്തി. ഇതിനാണ് ലിവറേജ് എന്ന് പറയുന്നത്. ലോകത്ത് സമ്പന്നന്മാരെല്ലാം സമ്പന്നന്മാരായത് ലിവറേജ് തിരിച്ചുകൊണ്ട്. ഇതിന്റെ പ്രിൻസിപ്പിളിന്റെ പേരാണ് ലിവറേജ്. ഇത് ദുനിയാവ് നേടാനും ആഖിറത്ത് നേടാനും ഉപയോഗിക്കാവുന്ന ഒരു തത്വശാസ്ത്രമാണ് ലിവറേജ്. എന്താണ് ലിവറേജ് എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരുടേത് ഉപയോഗപ്പെടുത്തി നേട്ടമുണ്ടാക്കുക എന്നതിനെ. മേപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? അവനവന്റെ വിവരം, വിവരക്കേട്, അനുഭവം, അനുഭവമില്ലായ്മ, നാലും കൂടി കൂടിയാൽ മേപ്പം. ഓരോരുത്തരും പറയുന്നത് അതാണ്. പക്ഷെ നമ്മളെല്ലാവരും വിചാരം എന്താ പറയുന്നത്? നമ്മുടെ തലയിൽ വിവരം മാത്രമാണ്. വിവരത്തെക്കാൾ കൂടുതൽ വിവരക്കേടാണ് എന്ന വിവരം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇസ്ലാമിക് ഫൈനാൻസ് കോൺഫറൻസും ഒന്നിച്ചാണ് ഇവിടെ നടക്കുന്നത്. മതരംഗത്തുകൂടെ പ്രവർത്തിക്കുന്നവരാക്കി മാറ്റാനുമുള്ള ഒരു തീവ്രമായ ശ്രമമാണ്
ഈ ഒരു മുന്നേറ്റത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അലുമിനയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഇതുവരെ സ്ഥാപനത്തിൽ പറഞ്ഞതിന് ശേഷം ഒരുപക്ഷെ പാശ്ചാത്യ ലോകത്തോ മറ്റോ ആയതിന്റെ പേരിൽ ഇങ്ങോട്ട് ബന്ധപ്പെടാൻ കഴിയാത്തവരൊക്കെ നിങ്ങളുടെ ബാച്ചിലുള്ളവരും നിങ്ങളുടെ നാട്ടിലുള്ളവരും സുഹൃത്തുക്കളുമായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളും മുഴുവനും നമ്മുടെ ഡാറ്റാബേസിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്നും മാത്രം ഉണർത്തിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിങ്ങളെ ലിസ്റ്റിൽ വളരെ 3%, 4% മാത്രമേ മുസ്ലിങ്ങൾ കാണുന്നുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പേര് എന്റെ പേര് റാഫി, ഞാൻ മുസ്ലിമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പോലെ പേരുകൾ മാത്രം കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇന്നത്തെ ജുഡീഷ്യറിയിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞാലും ഇനി +2 കഴിഞ്ഞാലും നമ്മളെ LLB അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക്, നിയമവിജ്ഞാന കോഴ്സുകളിലേക്ക് ആളുകളെ തിരിച്ചുവിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യണം. ഞാൻ നിർബന്ധിക്കുന്നില്ലെങ്കിലും കൂടി ഒരു വർഷമോ 2 വർഷം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ട് ഉടനെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആവാൻ സാധിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ട് കൂടിയിരുന്ന് ആലോചിച്ച് മഹല്ലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി അത് സജീവമാക്കണം. അത് കഴിഞ്ഞ കാലത്തുള്ളതിനേക്കാൾ കൂടുതലായി നമ്മുടെ മർക്കസിന്റെ 33ാം വാർഷികത്തിൽ കിട്ടുന്ന ഊർജവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മർക്കസിന്റെ സാരഥി, അതുപോലെ സമസ്തയിലെ പ്രഗത്ഭന്മാരായ താജുൽ ഉലമ, MA ഉസ്താദ് തുടങ്ങിയ AP ഉസ്താദ് മുഴുവൻ ആളുകൾ അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. The reason I came here to speak is to tell you that we are with open arms inviting Markaz and the institutions that Markaz has created to come to Jharkhand and guide us and basically teach us how exactly one can create an institution the way the Markaz has been created in Calicut and around the Kerala and now around the world. This has been a tremendous phenomenon. 33 years ago, this Markaz started, and now this basically spans all across the world. Specifically, the students of Markaz going to all places in the world to have an employment opportunity. That is one of the biggest advantage and biggest success story of Markaz. മഹാനായ മുജദ്ദിദ് ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാത ഗ്രന്ഥം ഇഹ്യാ ഉലുമുദ്ദീനിൽ പറയുന്നത് കാണാം. ദഅവത്ത് അത് പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ആ ഒരു മേഖലയുള്ള ആളുകളോ ചെയ്യേണ്ട കടമയാണ്. എല്ലാ മുസ്ലിമീങ്ങളും എല്ലാവരും ജീവിതത്തിന്റെ സാമൂഹ്യ മേഖലയുടെ വിവിധ ഇടങ്ങളിൽ അധ്യാപകൻ, ഡോക്ടർ, എഞ്ചിനീയർ, കച്ചവടക്കാരൻ, കർഷകൻ തുടങ്ങി ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നാം ഇടപെടുമ്പോൾ അവിടെയൊക്കെ ഇസ്ലാമികമായ ഒരു മുഖം നൽകി മുന്നോട്ട് പോയി മതത്തെ വിനിമയം ചെയ്യാനുള്ള അവസരം നമുക്കുണ്ടാവണം. വിശാലമായി ഈ ലോകത്ത് അള്ളാഹു ഔദാര്യമായി ഹിദായത്ത് ലഭിച്ച നമ്മുടെ ഒക്കെ കടമയായിട്ടാണ് മഹാനായ അസ്സാരി ഇമാം അതിനെ പരിചയപ്പെടുത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദഅവ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിയോഗം കൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മർക്കസിന്റെ ഒരു സ്ഥിരം പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ പരിപാടികളിലും, സമ്മേളനത്തിൽ മാത്രമല്ല മറ്റുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ സജീവമായി കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഇനിയും തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ള വലിയ ആശയുണ്ട്. അത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് ഇങ്ങോട്ട് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ മർക്കസ് നമ്മുടെ സമുദായത്തിന് ചെയ്ത ഗുണങ്ങളെ, കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ അതിലുണ്ട്. നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ ചെല്ലുകയാണെങ്കിലും മലയാളികളിലും മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ മർക്കസിനോട് ബന്ധമുള്ള ആൾക്കാരില്ലാത്ത ഒരു സ്ഥലവും നമ്മുടെ ലോകത്ത് തന്നെയില്ല. ആ ആൾക്കാരൊക്കെ വളരെ നല്ല രീതിയിലുള്ള വ്യക്തിജീവിതം നയിക്കുന്നു. ഈ സ്ഥാപനത്തിന് തന്നെ അതൊരു വലിയൊരു മഹിമയായിട്ട് ആ സ്ഥാപനത്തിന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. അത് ഇനിയും തുടർന്നു പോട്ടെ. അലുമിനി മീറ്റ് അതിനുള്ള പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഭാവവും രൂപവും
സമൂഹത്തിൽ നിലനിർത്തുന്നത് അതിന്റെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളോ ആണ്. മർക്കസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഭാവം, അതിന്റെ രൂപം, അത് സ്വയം പ്രകടിപ്പിക്കുന്ന ഒരാത്മാവിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാധ്യമം